നമസ്കാരം. രാജ്യത്തിന്റെ പല മേഖലകളിലും മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിക്കുകയും 20ഓളം പേരെ കാണാതാവുകയും ചെയ്തു. നിരവധി വീടുകളും 25 മീറ്ററോളം റോഡും ഒലിച്ചു പോയിരിക്കുകയാണ്. കേദാർനാഥ് യാത്രയുടെ പാതയിലുള്ള ഭീംബാലിയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. പാത താൽക്കാലികമായി അടച്ചതോടെ ഭീംബാലിയിൽ 200ഓളം തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുകയാണ്. പോലീസും NDRFും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിവരുന്നുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ മന്ദാകിനി നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഗൗരികുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് അധികൃതർ ആളുകളെ ഒഴിപ്പിക്കുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. ദേവാലയത്തിലേക്കുള്ള യാത്രക്കാർ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. NDRF, പോലീസ്, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള മറ്റ് അത്യാഹിത വിഭാഗങ്ങൾ എന്നിവ ജാഗ്രതയിലാണ് തുടരുന്നത്. അതേസമയം കനത്ത മഴയിൽ ഡൽഹിയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. ഇന്നലെ മുതലാണ് ഡൽഹി NCR മേഖലയിൽ മഴ ശക്തമായത്. റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഇതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ്. മണിക്കൂറുകളോളം റോഡുകളിൽ ഗതാഗതക്കുരുക്ക് നേരിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗാസിപൂരിൽ ഘോഡ കോളനിക്ക് സമീപത്തെ വെള്ളക്കെട്ടിൽ തെന്നിവീണ് യുവതിയും 3 വയസ്സുള്ള കുട്ടിയും മുങ്ങി മരിച്ചിരിക്കുകയാണ്. കാലാവസ്ഥ രൂക്ഷമാകുന്നതിനെ തുടർന്ന് വിമാന ഗതാഗതത്തെയും ബാധിച്ചിരിക്കുകയാണ്. അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട 10 വിമാനങ്ങളെ ജയ്പൂരിലേക്കും ലക്നൌവിലേക്കും തിരിച്ചുവിടുകയും ചെയ്തു. കൂടുതൽ വിമാനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും സർക്കാർ വ്യക്തമാക്കി. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത്.